തീരെ സമാധാനം തരാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വൈറസ്. കോവിഡ് ലോകത്തെ മുഴുവൻ ഭീതിയിലാക്കിയതിനു ശേഷം ലോക്ക്ഡൌണുകളും നിയന്ത്രണങ്ങൾക്കും ശേഷം ആളുകൾ ഒന്ന് സമാധാനത്തിലേക്ക് തിരികെ വരുമ്പോഴാണ് വീണ്ടും ഒരു വൈറസ്. ഇപ്പോൾ ലോകമെമ്പാടും ഭീതി ഉയർത്തുന്നത് ഹാൻഡ വൈറസ് ആണ്. എന്താണ് ഹാൻഡ വൈറസ്? സാധാരണയായി എലികളിൽ കാണപ്പെടുന്ന ഒരു അപകടകാരിയായ വൈറസ് ആണ് ഈ ഹാൻഡ വൈറസ്. എലികളുടെ മൂത്രം, മലം, ഉമിനീര് എന്നിവയിൽ നിന്നാണ് ആളുകളിലേക്ക്, മനുഷ്യന്മാരിലേക്ക് ഇത് സ്പ്രെഡ് ആകുന്നത്. ഇതിനിടയിൽ ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, 150 പേര് സഞ്ചരിച്ച ആഡംബര കപ്പൽ കടലിന്റെ നടുവിൽ പെട്ടെന്ന് ആളുകൾക്ക് പനി, ശ്വാസതടസ്സം. ചില മണിക്കൂറുകൾക്കുള്ളിൽ 3 പേര് മരിച്ചു. ലോകം മുഴുവൻ ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൈറസ് ആണ് ഹാൻഡ വൈറസ്. ഇതിനിടയിൽ ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, MV ഹോണ്ടിയസ് എന്ന ക്രൂസ് ഷിപ്പ് ഏകദേശം 150 പേര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യാത്രക്കിടയിൽ ചില ആളുകൾക്ക് പനി, ശ്വാസതടസ്സം, ശരീരവേദന എന്നിവ തുടങ്ങി. ആദ്യം സാധാരണ വൈറൽ ഫീവർ ആണ് എന്നാണ് ഇവർ കരുതിയത്. 3 പേര് മരിച്ചു, 4 പേര് ഗുരുതര അവസ്ഥയിലാണ്. ഇതിൽ ലോകം ഭയക്കുന്നത് എന്ത്? ഈ ഔട്ട്ബ്രേക്കിൽ കണ്ടെത്തിയിരിക്കുന്നത് ആൻസ്ട്രെയിൻ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം സാധാരണ ഹാൻഡ വൈറസുകൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാറില്ല. പക്ഷേ ആൻസ്ട്രെയിൻ അപൂർവമായി ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് WHO ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചത്. ഇത് മറ്റൊരു കോവിഡ് ആണോ? വിദഗ്ധർ പറയുന്നത് അല്ല എന്നാണ്. കോവിഡ് പോലെ വളരെ വേഗത്തിൽ പടരുന്ന ഒരു വൈറസ് അല്ല ഹാൻഡ വൈറസ്. പക്ഷേ ക്ലോസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അപകടം വർദ്ധിക്കാം. അതുകൊണ്ട് മോണിറ്ററിംഗ് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വാക്സിൻ ഇല്ല, സ്പെസിഫിക് ക്യൂർ പോലും ഇല്ല. ഏർലി ട്രീറ്റ്മെന്റ് മാത്രമാണ് ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നത്. കോവിഡ് പോലെ പെട്ടെന്ന് പകരത്തില്ല എന്നുണ്ടെങ്കിലും കോവിഡിനേക്കാൾ 38% മരണസാധ്യതയുള്ള വൈറസാണ് ഹാൻഡ വൈറസ്.